ഹായ് ഓൾ. റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസുമായിട്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഡേ 6 ആണ്. എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ലൈഫ് അട്രാക്ഷൻ കോച്ചാണ്. ലൈഫ് അട്രാക്ഷനെ കുറിച്ചാണ് ഞാനിവിടെ എപ്പോഴും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, അതായത് സിക്സ്ത് ഡേയിലെ നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഒരു മാന്ത്രികം പോലെ ആയാലും എങ്ങനെ ഇരിക്കും? നമ്മൾ നേരം വെളുത്ത് രാത്രി കിടക്കണ വരെയുള്ള നമ്മുടെ ഓരോ പ്രവൃത്തികളും നമുക്കൊരു മാന്ത്രിക രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഏത് രീതിയിൽ മാറും? വിജയം നേടാനും നിങ്ങളുടെ തൊഴിലിലോ പ്രവൃത്തിയിലോ നല്ല കാര്യങ്ങൾ, ഉദാഹരണത്തിന് അവസരങ്ങളും പ്രമോഷനുകളും മികച്ച ആശയങ്ങളും പണവും പ്രചോദനങ്ങളും മതിപ്പും ധാരാളമായി ഉണ്ടാകുന്നതിന് നിങ്ങളുടെ തൊഴിലിനോടോ പ്രവൃത്തിയോടോ കൃതജ്ഞതയുള്ളവർ ആയിരിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം നന്ദിയുണ്ടോ അതിലേറെ നന്ദി പ്രകാശിപ്പിക്കാൻ തക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ളവയിൽ അങ്ങേയറ്റം നന്ദിയുള്ളവനായിരിക്കണമെന്ന ആശയം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആർക്കാണോ കൃതജ്ഞതയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു ദൈവവചനമാണ്. കൂടാതെ ഇത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സത്യമായി നടക്കുന്നൊരു കാര്യവുമാണ്. ആർക്കാണോ നന്ദിയില്ലാത്തത് അവനിൽ നിന്നോ അല്ലെങ്കിൽ അവളിൽ നിന്നോ ഉള്ളത് കൂടി എടുക്കപ്പെടും. നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, ഇപ്പോഴുള്ള എന്ത് ജോലിയാണെങ്കിലും, നിങ്ങൾ എന്ത് ചെറിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും എന്താണെങ്കിലും ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ സ്വാഭാവികമായി തന്നെ കൂടുതൽ പ്രയത്നിക്കുമല്ലോ. നിങ്ങളുടെ തൊഴിലിനെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പണവും വിജയവും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനോട് നന്ദിയില്ലെങ്കിൽ സ്വാഭാവികമായും വളരെ കുറച്ച് ശ്രദ്ധയെ തൊഴിലിൽ കാണിക്കൂ. നിങ്ങൾ കുറച്ചു മാത്രം നൽകുന്നതിനാൽ നിങ്ങളിലേക്ക് എത്തുന്നത് കുറയുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരിക്കലും സന്തുഷ്ടരായിരിക്കില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ കൂടുതലായി ഒന്നും ലഭിക്കുകയുമില്ല. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പ്രവൃത്തി മന്ദഗതിയിലാവുകയും കാലക്രമേണ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന വിധം നിങ്ങൾക്ക് അധപതനം സംഭവിക്കുകയും ചെയ്യും. ഓർക്കുക, നിങ്ങൾ നന്ദിയില്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നിങ്ങൾ എത്രത്തോളം കൃതജ്ഞത അർപ്പിക്കുന്നുവോ അതിന് തത്തുല്യമായി നിങ്ങൾക്ക് തിരികെ ലഭിച്ചിരിക്കും. നിങ്ങൾ നൽകുന്ന നന്ദിയുടെ അളവ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട അളവിനെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നു. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ മൂല്യം നിങ്ങളുടെ കൃതജ്ഞതയനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. നിങ്ങളുടെ കച്ചവടത്തോടും കസ്റ്റമേഴ്സിനോടും ജീവനക്കാരോടും നിങ്ങൾ എത്രത്തോളം കൃതജ്ഞതയുള്ളവരാണോ അത്രത്തോളം ബിസിനസ് വളരുകയും വർദ്ധിക്കുകയും ചെയ്യും. ബിസിനസ് ഉടമകൾ ബിസിനസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പകരം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ കച്ചവടം താഴോട്ട് പോകും. അത് വേറൊരു കാര്യം, നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ കുട്ടികളുടെ പരിപാലനവും വീട് നോക്കുന്നതുമാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം കൃതജ്ഞാഭരിതമായിരിക്കാനുള്ള കാര്യങ്ങൾ എന്തെന്ന് നോക്കുക. ജീവിതത്തിൽ ഇത് പലപ്പോഴും ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അവസരങ്ങളാണ്. ഈ സമയത്തിന് നന്ദി അർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ സഹായവും പിന്തുണയും കൂടുതൽ മനോഹരമായ നിമിഷങ്ങളും കൂടുതൽ സന്തോഷവും ജീവിതത്തിലേക്ക് ആകർഷിക്കും. എന്ത് തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കണം. ജോലിക്ക് പോകുന്നതിൽ ഉത്സാഹഭരിതരായിരിക്കണം. നിലവിലെ ജോലി സംബന്ധിച്ച് അത്തരമൊരു അനുഭവമില്ലെങ്കിലോ അത് നിങ്ങളുടെ സ്വപ്ന ജോലി അല്ലെങ്കിലോ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി നിലവിൽ നിങ്ങൾക്കുള്ള ജോലിയിൽ അങ്ങേയറ്റം കൃതജ്ഞതയോടെ ഇരിക്കുക എന്നതാണ്. നിങ്ങളുടെ ജോലിയിൽ നന്ദി ഉളവാക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുക. പ്രാരംഭമായ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്ന് തന്നെ ചിന്തിക്കുക. ഒരു ജോലിക്കായി എന്തു നൽകുന്നു, എത്ര പേർ തൊഴിലില്ലാത്തവരാണെന്നുണ്ട് ഉള്ളത് ചിന്തിക്കുക. സമയലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, പ്രിൻ്ററുകൾ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഉപകരണങ്ങളെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെ പറ്റി ചിന്തിക്കുക. അവരുമായുള്ള സൗഹൃദത്തെ ചിന്തിക്കുക. നിങ്ങളുടെ തൊഴിൽ എളുപ്പമാക്കുന്ന റിസപ്ഷനിസ്റ്റുകൾ, അസിസ്റ്റൻ്റുമാർ, കാര്യസ്ഥന്മാർ, പ്യൂണുകൾ എന്നിവരെപ്പറ്റി ചിന്തിക്കുക. ശമ്പളം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മേഖല ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ അദൃശ്യമായ മാനേജർക്ക് നിങ്ങൾ കൃതജ്ഞരായിരിക്കുന്ന ഓരോ സന്ദർഭവും കുറിക്കാൻ ഇടയാകണം. ഇപ്രകാരം നിങ്ങൾക്ക് പറയാം: ഞാൻ എൻ്റെ ജോലിയിൽ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്.
നിങ്ങൾ നന്ദി അനുഭവിക്കുന്നത് നിങ്ങളുടെ മാനേജർക്ക് കൂടുതൽ ആഴത്തിൽ കാണാൻ കഴിയുന്നതിനാൽ മാനേജർക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ജോലിയിൽ മാന്ത്രികത സൃഷ്ടിക്കാനാകും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണ്ടത്ര നന്ദി വാക്കുകൾ നിങ്ങളുടെ ജോലിയോട് കാണിക്കുക. സാധ്യമാണ്. സാഹചര്യങ്ങൾ പെട്ടെന്ന് മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനാകും. വിജയത്തിലേക്ക് നയിക്കുന്ന ഭാഗ്യ നിമിഷങ്ങൾ അവിചാരിതമായി സംഭവിക്കുന്നതല്ല. ജോലിയിൽ നന്ദിയുടെ മാന്ത്രിക ശക്തി പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അദൃശ്യനായ മാനേജർ ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. ഈ മാനേജർ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ പുറകെ നടന്ന് കുറിച്ചു വയ്ക്കും. ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നന്ദി പ്രകാശിപ്പിക്കാൻ തക്ക കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അതായത് നിങ്ങൾ രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്നവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോട് എന്തൊക്കെ നന്ദി പറയാൻ അവസരങ്ങളുണ്ടോ അതിനൊക്കെ നന്ദി പറയുക. നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ കൃതജ്ഞാലുവായിരിക്കുന്ന ഓരോ നിമിഷവും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കുറിച്ചിടട്ടെ: ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് ഈ ജോലിയിൽ, എന്നിട്ടതിൽ പരമാവധി കൃതജ്ഞത ഉൾക്കൊള്ളുക. വീണ്ടും നിങ്ങളുടെ പ്രാക്ടീസിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. മാന്ത്രിക പരിശീലനം 1 മുതൽ 3 വരെയുള്ള സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, 10 അനുഗ്രഹങ്ങൾ എന്നും എഴുതുക. നന്ദി എന്ന് പറയുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മാന്ത്രികക്കല്ല് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, ആ മാന്ത്രികക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അന്നേ ദിവസം നന്ദിയുള്ള കാര്യങ്ങൾ ഫുള്ള് മനസ്സിലേക്ക് ഓടിക്കുക. ഏറ്റവും വലുതായി തോന്നുന്ന നന്ദി പറയുന്ന അവസരം ഏതാണോ അതിനെ നിങ്ങൾ വീണ്ടും എടുത്ത് മനസ്സിലൂടെ കൊണ്ടുവന്ന് ഈ മാന്ത്രികക്കല്ല് പിടിച്ചുകൊണ്ട് നന്ദി എന്നുള്ള വാക്കുകൾ നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക. മൂന്നാമത്തെ പ്രാക്ടീസ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ബന്ധങ്ങളുണ്ടോ അവരെയൊക്കെ ഏറ്റവും നല്ല സ്നേഹമുള്ള ബന്ധങ്ങളാക്കി മാറ്റാൻ 3 പേരുടെ പിക്സ് എടുത്ത് വയ്ക്കുക. അവരുടെ ക്വാളിറ്റീസ് നിങ്ങൾ എഴുതുക. അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം എഴുതുക. എന്നിട്ട് നിങ്ങളത് ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ എല്ലാവരെയും നിങ്ങളോടുള്ള സ്നേഹവും സഹകരണവും ബഹുമാനവും നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് തിരിച്ചു കിട്ടാനുള്ളൊരു വഴി കൂടിയാണ്. എന്തായാലും നിങ്ങൾ ഈ പ്രാക്ടീസുകൾ മുടങ്ങാതെ ചെയ്തു നോക്കുക. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്ത് പ്രാക്ടീസ് നിസ്സാരം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ തീർച്ചയായും ഈ മാന്ത്രിക പരിശീലനം ചെയ്തു നോക്കുക. ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയുക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി 7th ഡേയിലെ പ്രാക്ടീസുമായി നാളെ വരുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.